ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബേസ്ഡ് എക്സാംസിന് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് വർക്കിൻ്റെയൊക്കെ സബ് ടൈറ്റിൽസ് ചോദിക്കുന്നത്. ഏതിപ്പോൾ സെറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, കേറ്ററ്റ് പരീക്ഷയാവട്ടെ, എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരു സബ് ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ 4 സബ് ടൈറ്റിൽ വരെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് 4 വരെയൊക്കെ ചോദിക്കുന്ന ഇൻസ്റ്റൻസസും ഉണ്ട്. അങ്ങനെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് സബ് ടൈറ്റിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി മോഡേൺ പ്രോമിത്യസ്. ഇത് ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിലാണ്? ദി മോഡേൺ പ്രോമിത്യസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഫ്രാങ്കൻസ്റ്റൈൻ ആണ് വർക്കിൻ്റെ പേര്. ഫ്രാങ്കൻസ്റ്റൈൻ ദി മോഡേൺ പ്രോമിത്യസ് ബൈ മേരി ഷെല്ലി. ഒരു ഗോത്തിക് നോവൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്കൈഫൈ നോവൽ എന്നൊക്കെ പറയുന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഫ്രാങ്കൻസ്റ്റൈൻ്റെ സബ് ടൈറ്റിലാണ് ദി മോഡേൺ പ്രോമിത്യസ്. ട്രാവൽസ് ഇൻ ടു സെവറൽ റിമോട്ട് നേഷൻസ് ഓഫ് ദി വേൾഡ്. ഇത് ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിലാണ്? ഗളിവേഴ്സ് ട്രാവൽസ്. സോ ഗളിവേഴ്സ് ട്രാവൽസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സബ് ടൈറ്റിൽ ഇതാണ്, ട്രാവൽസ് ഇൻ ടു സെവറൽ റിമോട്ട് നേഷൻസ് ഓഫ് ദി വേൾഡ്. ഓതർ ആരായിരുന്നു? ജൊനാഥൻ സ്വിഫ്റ്റ്. സോ നമുക്ക് ആ ഓതേഴ്സിൻ്റെ പേര് കൂടി ഒന്ന് നോക്കിപ്പോൾ അപ്പോൾ എങ്ങനെയും മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വിർച്യു റിവാർഡഡ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എളുപ്പമാണ്. പമീല വിർച്യു റിവാർഡഡ് ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ഓക്കെ, പമീലയുടെ പാരഡി ആയിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട്, ജോസഫ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ട്. സോ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതും ഓർത്ത് വയ്ക്കാൻ പറ്റും. സോ പമീല വിർച്യു റിവാർഡഡ് ആണ് സബ് ടൈറ്റിൽ. ഓതർ സാമുവൽ റിച്ചാർഡ്സൺ. ദ ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി. സോ അടുത്തൊരു സബ് ടൈറ്റിലാണ് ദ ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി. ക്ലാരിസ. സോ സാമുവൽ റിച്ചാർഡ്സൻ്റെ വർക്കാണ് ദി ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ദി ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എ ഫൗണ്ട്ലിംഗ്. സോ ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ വർക്കിൻ്റെ പേര് ടോം ജോൺസ് എന്നുള്ള ഒരു ഓർമ്മ വരും, ബൈ ഹെൻറി ഫീൽഡിംഗ്. സോ ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കുക, ദി ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ഡാഷ്. ഓപ്ഷൻസിനകത്ത് എ ഫൗണ്ട്ലിംഗ്, സിബ്ലിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് അപ്പോൾ ഈ ഫൗണ്ട്ലിംഗ് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു സബ് ടൈറ്റിലിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം അതാണ്. സോ ദി ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എ ഫൗണ്ട്ലിംഗ്, ഓതർ ഹെൻറി ഫീൽഡിംഗ്. ദി ലൈഫ് ആൻഡ് സ്ട്രേഞ്ച് സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ ഓഫ് യോർക്ക് മറൈനർ. സോ ഇവിടെയും വർക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സിലാവും. റോബിൻസൺ ക്രൂസോ ആണ്, ഓതർ ഡാനിയൽ ഡിഫോ. ഇവിടെ ഓർക്കേണ്ട കാര്യം സ്ട്രേഞ്ച് സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നതും പിന്നെ അല്ലെങ്കിൽ ക്രൂസ് ഓഫ് യോർക്ക്, ആ ഒരു സ്ഥലം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ യോർക്കാണ് സ്ഥലം എന്നുള്ളത് ഓർക്കണം. പിന്നെ എന്താണ് പ്രൊഫഷൻ ആ സബ് ടൈറ്റിലിനകത്ത് ഹിൻറ്റ് ചെയ്യുന്നുണ്ട്, മാരീനറാണ്. സോ മാരിനർ എന്നുള്ളത് ഓർക്കുക, യോർക്കിൻ്റെ കാര്യം ഓർക്കുക. എ റൊമാൻസ്. സോ ഒരു വർക്കിൻ്റെ സബ് ടൈറ്റിലാണ് എ റൊമാൻസ്. സോ ഏതായിരുന്നു ആ വർക്ക്? ദി മങ്ക്, എ റൊമാൻസ് ബൈ മാത്യു ലൂയിസ്. സോ ഒരു രീതിയിലും നമ്മൾ റൊമാൻസുമായിട്ട് ലിങ്ക് ചെയ്യാത്തൊരു വേർഡായിരിക്കും ദ മങ്ക്. സോ ഓപ്ഷനിലെങ്ങാനും മങ്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്നതും അതായിരിക്കും. പക്ഷെ അല്ല, മാത്യു ലൂയിസിൻ്റെ വർക്കാണ് ദ മങ്ക്, എ റൊമാൻസ്. എ റൊമാൻസ് ഇൻ്റർസ്പേഴ്സ്ഡ് വിത്ത് സം പീസസ് ഓഫ് പോയട്രി. സോ ഇനി അടുത്ത് വേറൊരു വർക്ക്, എ റൊമാൻസ് ഇൻ്റർസ്പേഴ്സ്ഡ് വിത്ത് സം പീസസ് ഓഫ് പോയട്രി. സോ നേരത്തെ കണ്ട റൊമാൻസുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് തന്നെ ആ ഒരു വർക്കിൻ്റെ കാര്യം പറയുന്നത്. ദ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ ആണ് എ റൊമാൻസ് ഇൻ്റർസ്പേഴ്സ്ഡ് വിത്ത് സം പീസസ് ഓഫ് പോയട്രി, ഓതർ ആൻ റാഡ്ക്ലിഫ്. സോ ദ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ, ആൻ റാഡ്ക്ലിഫിൻ്റെ വർക്കാണ്. സബ് ടൈറ്റിൽ എ റൊമാൻസ് ഇൻ്റർസ്പേഴ്സ്ഡ് വിത്ത് സം പീസസ് ഓഫ് പോയട്രി. അടുത്തൊരു സബ് ടൈറ്റിലാണ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ. സോ ഹീറോ ഇല്ലാത്ത നോവൽ എന്ന് പറഞ്ഞിരിക്കുവാണ്. സോ അതേത് വർക്കാണ്? വാനിറ്റി ഫെയർ. വാനിറ്റി ഫെയർ, എ നോവൽ വിത്തൗട്ട് എ ഹീറോ ബൈ വില്യം മാക്പീസ് താക്കറെ. സോ ഈ ഒരു വർക്ക് ഓതറിനെ വെച്ചിട്ടും ഓതറിൻ്റെ പേര് എന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാനും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സബ് ടൈറ്റിൽ നമുക്ക് അത്യാവശ്യം നോക്കി വയ്ക്കേണ്ടതാണ്, എ നോവൽ വിത്തൗട്ട് എ ഹീറോ. ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം, delivered under the similitude of a dream. സോ ഒന്നുകൂടി പറയാം, ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം, ഡെലിവേർഡ് അണ്ടർ ദി സിമിലിറ്റ്യൂഡ് ഓഫ് എ ഡ്രീം. ദി പിൽഗ്രിംസ് പ്രോഗ്രസ്. സോ നമ്മളൊന്നും കൂടി അത് പിൽഗ്രിം പ്രോഗ്രസിൻ്റെ കഥ അറിയുന്നവർക്ക്
പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ജോൺ ബനിയൻ്റെ വർക്കാണ്. സോ ഒരു ക്രിസ്ത്യൻ ബിലീവറിൻ്റെ ഒരു തീർത്ഥയാത്രയായിട്ടാണ് നമ്മുടെ ഈ ഒരു കഥ പോകുന്നത്. സോ ഒരു ഡ്രീം അലഗറി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്ന ആ ഒരു ജോണറിൽ വരുന്നൊരു വർക്കും കൂടെയാണ്. സോ ജോൺ ബനിയൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം ഡെലിവേർഡ് അണ്ടർ ദ സിമിലിറ്റ്യൂഡ് ഓഫ് എ ഡ്രീം. സോ ഒരു സെലസ്റ്റിയൽ സിറ്റിയിലോട്ട് പോകുന്ന ഒരു പിൽഗ്രിമിൻ്റെ കഥയായിട്ടാണ് ആ വർക്ക് വരുന്നത്. The history of the adventures of Joseph Andrews and of his friend Mr. Abraham Adams. സോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു വർക്കിനെ പറ്റി പറയുകയും ചെയ്തു. ജോസഫ് ആൻഡ്രൂസ് ആണ് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ. സോ ജോസഫ് ആൻഡ്രൂസ് എന്ന് പറയുന്ന വർക്ക് പമീല എന്ന് പറയുന്ന വർക്കിൻ്റെ ഒരു പാരഡി വേർഷനായിട്ടാണ് ഹെൻറി ഫീൽഡിങ് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കി വയ്ക്കേണ്ട കാര്യം, ഈ ജോസഫ് ആൻഡ്രൂസിനെ നമ്മൾ ഓർക്കും ദി ഹിസ്റ്ററി ഓഫ് ദി അഡ്വഞ്ചേഴ്സ് വരെ ഓർക്കാൻ എളുപ്പമാണ്. പക്ഷേ ഹിസ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്? മിസ്റ്റർ അബ്രഹാം ആഡംസ്. സോ മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. സബ് ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുക മിസ്റ്റർ അബ്രഹാം ആഡംസ് ആയിരിക്കും. സോ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നോക്കി വയ്ക്കേണ്ട കാര്യം, ജോസഫ് ആൻഡ്രൂസിൻ്റെ ഓതർ ഹെൻറി ഫീൽഡിംഗ് ആണ്. പമീല എന്ന് പറയുന്ന വർക്കിൻ്റെ പാരഡി വേർഷനായിട്ടാണ് ജോസഫ് ആൻഡ്രൂസ് എഴുതിയിട്ടുള്ളത്. മെമ്മറീസ് ഓഫ് എ വിമൻ ഓഫ് പ്ലഷർ. So Memories of a Woman of Pleasure, ഫാനി ഹിൽ. ജോൺ ക്ലീലാൻഡിൻ്റെ വർക്കാണ് ഫാനി ഹിൽ. ആ വർക്കിൻ്റെ സബ് ടൈറ്റിലാണ് മെമ്മറീസ് ഓഫ് എ വുമൺ ഓഫ് പ്ലഷർ. എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്. എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്, മിഡിൽ മാർച്ച്. ജോർജ് എലിയറ്റ്, മിഡിൽ മാർച്ച്, എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്. ജോർജ് എലിയറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓതറാണ്. ജോർജ് എലിയറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പെൻനെയിമാണ്. മേരി ആൻ ഇവാൻസ് എന്ന് പറയുന്ന ഒരു ലേഡി ഓതറിൻ്റെ പെൻനെയിമായിരുന്നു ജോർജ് എലിയറ്റ്. പുള്ളിക്കാരിയുടെ വർക്കാണ് മിഡിൽ മാർച്ച്. ആ മിഡിൽ മാർച്ചിൻ്റെ സബ് ടൈറ്റിലാണ് എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്. സോ ജോർജ് എലിയറ്റിൻ്റെ ഒറിജിനൽ നെയിം മറന്നുകൊണ്ട് മേരി ആൻ ഇവാൻസ്. എ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് എ മാൻ ഓഫ് ക്യാരക്ടർ. ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ദി ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് എ മാൻ ഓഫ് ക്യാരക്ടർ, തോമസ് ഹാർഡി. തോമസ് ഹാർഡി എല്ലാവർക്കും അറിയുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ നോക്കി വയ്ക്കേണ്ട ഒരു ഓതറും കൂടെയാണ്. പെസിമിസം, റൈറ്റിങ്ങിൽ ഫുള്ള് പെസിമിസം നിറച്ചുകൊണ്ട് എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ് തോമസ് ഹാർഡി. ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് എ മാൻ ഓഫ് ക്യാരക്ടർ. എ മെഡ്ലി, അത്രേ ഉള്ളൂ സബ് ടൈറ്റിൽ, എ മെഡ്ലി. ദ പ്രിൻസസ്, എ മെഡ്ലി, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. സോ പെട്ടെന്ന് നമ്മളിത് ആരുടെ വർക്കാണെന്നൊന്ന് നോക്കി വയ്ക്കുക. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. പുള്ളിക്കാരൻ്റെ ഇതെന്ത് ടൈപ്പ് വർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊയറ്റിക് സറ്റയറാണ്. സറ്റയറായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ പൊയറ്റിക്കുമാണ്. പൊയറ്റിക് സറ്റയറാണ് ദി പ്രിൻസസ്, എ മെഡ്ലി. ഓതർ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ദി ടു നേഷൻസ്. നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സൈബിൾ ഓർ ദ ടു നേഷൻസ്, ബെഞ്ചമിൻ ഡിസ്ലേരിയുടെ വർക്കാണ്. സൈബിൾ, സബ് ടൈറ്റിൽ ഓർ ദി ടു നേഷൻസ്. വാട്ട് യു വിൽ, എല്ലാവർക്കും അറിയുന്നൊരു വർക്കാണ്. ട്വൽത്ത് നൈറ്റ് ഓർ വാട്ട് യു വിൽ ബൈ വില്യം ഷേക്സ്പിയർ. ദി സൈലൻറ്റ് വുമൺ. എപ്പിസിനി ഓർ ദി സൈലൻറ്റ് വിമൻ, ബെൻ ജോൺസൻ്റെ ഇത്തിരി മുന്നേ ഉള്ളൊരു വർക്കാണ് എപ്പിസിനി ഓർ ദി സൈലൻറ്റ് വുമൺ. ദി ഫോക്സ്, അത്രേ ഉള്ളൂ, ദി ഫോക്സ്. വോൾപൊണി, ദി ഫോക്സ്. ബെൻ ജോൺസൺ എന്ന വർക്കാണ് വോൾപൊണി, ദി ഫോക്സ്. ദി വേൾഡ് വെൽ ലോസ്റ്റ്. സോ അഗെയിൻ വേറൊരു വർക്ക്, ദി വേൾഡ് വെൽ ലോസ്റ്റ്. ഓൾ ഫോർ ലവ് ഓർ ദി വേൾഡ് വെൽ ലോസ്റ്റ്. സോ ഓൾ ഫോർ ലവ് ജോൺ ഡ്രൈഡനൊക്കെ നമ്മൾ ഓർക്കും. ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആ വർക്കിനെ ഇൻസ്പയർ ചെയ്തിട്ട് ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള വർക്കാണ് ഓൾ ഫോർ ലവ്. ഓർ ദി വേൾഡ് വെൽ ലോസ്റ്റ്, അതാണ് നമ്മുടെ സബ് ടൈറ്റിലായിട്ട് വരിക. എ റൊമാൻസ് ഇൻ 5 acts. സോ എ റൊമാൻസ് ഇൻ 5 acts. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നാടകമാണെന്നുള്ള കാര്യം. പിഗ്മാലിയൻ, എ റൊമാൻസ് ഇൻ 5 acts. ജോർജ് ബെർണാഡ് ഷോ അഥവാ GB ഷോ. സോ പിഗ്മാലിയൻ, എ റൊമാൻസ് ഇൻ 5 acts. എ ഡിസ്കഷൻ ഇൻ 3 acts. മേജർ ബാർബറ, എ ഡിസ്കഷൻ ഇൻ 3 acts. അഗെയിൻ GB ഷോയുടെ വർക്കാണ്. എ പ്ലേ അബൌട്ട് എ ഗുഡ് വുമൺ. എ പ്ലേ അബൌട്ട് എ ഗുഡ് വുമൺ.
ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ, എ പ്ലേ അബൌട്ട് എ ഗുഡ് വുമൺ, ഓസ്കർ വൈൽഡ്. ഓസ്കർ വൈൽഡിൻ്റെ വർക്കാണ് ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ, എ പ്ലേ അബൌട്ട് എ ഗുഡ് വുമൺ. എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്, അന്ന് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, ഓസ്കർ വൈൽഡിൻ്റെ വർക്കാണ്. സബ് ടൈറ്റിൽ എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. സോ ഈ ഒരു വർക്ക് MAക്കൊക്കെ പ്രിസ്ക്രൈബ്ഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, എ കോമഡി ആൻഡ് ഫിലോസഫി. ഒറ്റ വർക്കിൻ്റെ സബ് ടൈറ്റിലാണ് എ കോമഡി ആൻഡ് ഫിലോസഫി. സോ നമ്മളിപ്പോൾ ഏകദേശം ഒരു 25 നോക്കി കഴിഞ്ഞു ഓൾറെഡി. ഇത് ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിലാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടുപിടിച്ച് വയ്ക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റാണോ നമുക്ക് നോക്കാം. എ കോമഡി ആൻഡ് എ ഫിലോസഫി. സോ നമ്മൾ ഏകദേശം ഒരു 25 ഓളം ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. സോ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. സബ് ടൈറ്റിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുപോലെ പെൻ നെയിംസോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാന്നോ, ട്രാൻസ്ലേഷൻ വർക്കിൻ്റെ പേരെന്താണോ, അങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യണോ, യൂസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത്രയും നോക്കിയത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.